എങ്ങനെയുണ്ടടാ ചിക്കൻ കറി? എങ്ങനെയുണ്ടടാ ചിക്കൻ കറി? എങ്ങനെയുണ്ടായോണേ? ഉറക്കെ പറ. ഇങ്ങോട്ട് നോക്കി പറ. അങ്ങനെയൊക്കെ തിന്നണ്ടേ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി മിക്കവർക്കും അറിയത്തില്ലായിരിക്കും. ഇത് വെച്ച് കഴിച്ച് നോക്കിയാൽ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ സാധാരണയായിട്ട് ഇതാണ് വെക്കുന്നത്. കുട്ടികളൊന്നും അല്ലാതെ ചിക്കൻ കറി കഴിക്കുകയില്ല, എരിവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളൊക്കെ കഴിക്കുമ്പോൾ എരിവില്ലാതെ കഴിക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ കുട്ടികൾക്കത് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്കാണെങ്കിൽ പിന്നെ കുട്ടികൾ ഇത് തന്നെ വെച്ച് തരണമെന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇതാണ് എൻ്റെ ചിക്കൻ കറി. എങ്ങനെയുണ്ടടാ ചിക്കൻ കറി? എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ടടാ ചിക്കൻ കറി? എങ്ങനെയുണ്ട് രാനിക്കുട്ടാ? അപ്പോൾ നമുക്ക് ഈ ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: കുരുമുളക്, പെരിഞ്ചീരകം, കറുവാപ്പട്ട, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില. ഓയിൽ ഒഴിച്ചിരിക്കുകയാണ്. നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ ആവശ്യമായ കടുക് വേണം. തക്കാളി, ആവശ്യത്തിന് സവോള അരിഞ്ഞത്, കിഴങ്ങ്, ക്യാരറ്റ്. ഇതിനകത്തോട്ട് കറുവാപ്പട്ടയും ഗ്രാമ്പും കുരുമുളകും കൂടി ഇടുകയാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി എല്ലാം നല്ല ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇട്ടു. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് പിള്ളേർക്കുള്ള കറി ആയതുകൊണ്ട് ഈ പച്ചമുളകിൻ്റെ എരിവും അതുപോലെ തന്നെ ഈ കുരുമുളകിൻ്റെ എരിവും ഉള്ളൂ. അപ്പോൾ ഇത് പിള്ളേർക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത്. അപ്പം അതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ പറയും. ഇത് മൂക്കുന്ന സമയത്ത് ഞാൻ വേറൊരു കാര്യം പറയാവേ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഉള്ളി ഇട്ടിരിക്കുകയാണ്. ഉള്ളി നന്നായിട്ട് വഴലണം. നിങ്ങളിന്ന് നന്നായിട്ട് ഉള്ളി വഴന്നാൽ മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഈ ഉള്ളി വഴറ്റിയെടുക്കാൻ ഏറ്റവും കൂടുതൽ സമയം വേണ്ടതല്ലേ? ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് ശരിയാ. എന്നാലേ ഉള്ളി വഴറ്റിയെടുക്കണമെങ്കിൽ ഇളക്കി എത്ര നേരം ഇളക്കണം? കഴിക്കണമെങ്കിൽ ഇളക്കണം അല്ലേ? അപ്പം ഏകദേശം ഉള്ളി ഒന്ന് വഴന്നു വന്നു. കണ്ട കളറൊക്കെ ഒന്ന് മാറി. അപ്പം നമ്മൾ തക്കാളി അതിലേക്ക് ആഡ് ചെയ്തു. സിമ്പിൾ കറിയാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. എന്നാൽ ഇച്ചിരി മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഇട്ടു.
നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ അത് അപ്പോൾ നമ്മുടെ ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തേച്ച് അപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ മേടിക്കും ഇപ്പോൾ 1 കിലോ 1.5 കിലോ കോഴി നമ്മൾ ഇത് മൊത്തം ഇടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിനകത്ത് ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഇടുന്നതുകൊണ്ട് അല്ലേ കറി നല്ല പൊലിമയുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ 1/4 ഭാഗം ഇപ്പോൾ ചിക്കൻ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ മൂടി വെച്ച് ആ ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് വേവിക്കണം. 20 മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്ക് അതിന് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങിയതാണിത്. അതിൻ്റെ അകത്ത് തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് ഒരുമാതിരി തിളച്ചിട്ടുണ്ടത്. ചിക്കൻ വെന്തിട്ടില്ല, എന്നാലും കുറച്ച് നേരം കൂടെ വേകാനുണ്ട്. ലേശം ഗരം മസാല ഇട്ട് കൊടുത്തു. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കാഷ്നട്ടിൻ്റെ പേസ്റ്റാണ് ഇപ്പോൾ ഒഴിച്ചത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. ഇത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒരു തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലാണ്. പിന്നെ ഇത്രേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് നമ്മളിനി ഒത്തിരി അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചേക്കുന്നതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പം തന്നെ നല്ല കറിയുടെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചിക്കൻ കറി വെക്കുന്ന രീതി കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.